ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സംസ്ഥാന സർക്കാർ കാണിച്ചത് അനാദരവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിന്റെ ചുമതലയൊഴിഞ്ഞ് ബീഹാറിലേക്ക് പോകുന്ന ഗവർണറെ യാത്രയയക്കാൻ സർക്കാർ പ്രതിനിധികൾ എത്തിയില്ലെന്നും കേരളത്തിന്റെ ആതിഥ്യ മര്യാദയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് സർക്കാർ കാണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആതിഥ്യ മര്യാദയുടെ പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന നാടാണ് കേരളം. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും ഗവർണറെ യാത്രയയക്കാൻ ചെല്ലുകയോ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തില്ല. മന്ത്രിസഭയുടെ പ്രതിനിധിയായി ഒരാൾ പോലും പോയില്ല. കേരളത്തിന്റെ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായ സമീപനമാണിത്. ആരിഫ് മുഹമ്മദ് ഖാനോട് CPM-നുള്ള വിരോധത്തിന്റെ കാരണം വ്യക്തമാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഗവർണർ. സർവകലാശാലകളിലെ അഴിമതി ഇല്ലാതാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു. എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു സാമാന്യ മര്യാദ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തേണ്ടതായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച ഗവർണറാണ് പടിയിറങ്ങിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ നിരന്തരം വിമർശിച്ചും സർവകലാശാല ഭരണത്തിൽ നേരിട്ടിടപെട്ടും പോർമുഖം തുറക്കാൻ ഗവർണർക്കായി. മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ വാക്പോര് നടത്തിയും നടു റോഡിൽ വരെ ഇറങ്ങി പ്രതിഷേധക്കാരെ നേരിട്ടും ഗവർണർ താരമായി. വൈസ് ചാൻസലർ നിയമനം ശരിയായ രീതിയിലല്ല നടത്തിയതെന്ന് കാണിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് രാജ്യത്ത് തന്നെ ആദ്യ സംഭവമായി മാറി. പൊതുചടങ്ങുകളിൽ പോലും സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. SFI കുട്ടി സഹാക്കൾ വാളും പരിചയമായി നടുക്കളത്തിൽ ഇറങ്ങിയപ്പോഴും ഒരടി പോലും പിന്നോട്ട് മാറാൻ ഗവർണർ കൂട്ടാക്കിയില്ല. സധൈര്യം അവരെ നേരിട്ടു. അങ്ങനെ സംഭവബഹുലമായ അരപ്പതിറ്റാണ്ട് കേരളത്തിന് സമ്മാനിച്ചാണ് ഗവർണർ ബീഹാറിലേക്ക് തട്ടകം മാറ്റുന്നത്. കേരളത്തിന്റെയും ഭരണഘടനയുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ജനതയുടെ മനസ്സിൽ എന്നും സ്ഥാനമുണ്ടാകും. സംസ്ഥാന സർക്കാർ നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കു വേണ്ടിയും ഗവർണറോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു.